ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പെൻസിൽ ടിപ്സ് എന്ന പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എം പത്മകുമാറിൻ്റെ ഉയിർ എന്ന മനോഹരമായിട്ടുള്ളൊരു മലയാള ചലച്ചിത്രമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കുറ്റാന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണിത്. കഥയുടെ രത്നച്ചുരുക്കം ഇതാണ്. ഒരു നഷ്ടപ്പെടലിൽ ആരംഭിക്കുന്നു, അന്വേഷണത്തിലൂടെ അത് തുടരുന്നു, ഒടുവിൽ ഒരു കണ്ടെത്തലിലൂടെ അവസാനിക്കുന്നു. നഷ്ടപ്പെടുന്നത് ഒരു ചെറിയ പെൺകുട്ടിയാണ്. കഥയിലെ പ്രധാന കഥാപാത്രമായ അജീബ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ അനുജത്തിയാണ് ഈ കുട്ടി. കഥയിലെ അന്വേഷണം നടക്കുന്നത് കൊല്ലപ്പെട്ട ഒരു സ്ത്രീയുടെ കൊലയാളിയെ തേടിയാണ്. കേസൊക്കെ വളരെ വിജയകരമായി പൂർത്തിയായെങ്കിലും അജീബും തൻ്റെ സഹപ്രവർത്തകനായ ജോയിയും കൂടി വീണ്ടും അവരുടെ അന്വേഷണം തുടരുകയാണ്. ആർക്കും ഒരു പരിചയവുമില്ലാത്ത, സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാത്ത രണ്ട് കുട്ടികളെ തേടിയുള്ള അന്വേഷണം. അപ്പാടെ പരാജയമെന്ന് പറയാൻ പറ്റുന്ന ആ അന്വേഷണം ഒടുവിൽ ഈ മരിച്ച സ്ത്രീയുടെ 2 മക്കളെ കണ്ടെത്തുന്നതിൽ അവസാനിക്കുന്നു. ആരും അവകാശമായി ചോദിച്ചെത്താൻ യാതൊരു സാധ്യതയുമില്ലാത്ത, ലോകത്തിന്റെ ഏതോ ഭാഗത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ജീവിച്ചോ മരിച്ചു ജീവിച്ചോ ഒക്കെ ഒടുങ്ങേണ്ട ആ കുരുന്നു ജീവിതങ്ങളെ ശരിക്കുമുള്ള ജീവിതത്തിന്റെ മനോഹാരിതയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഈ ഉദ്യോഗസ്ഥരുടെ നന്മ നിറഞ്ഞ തീരുമാനത്തിൻ്റെയും മനസ്സിൻ്റെയും ഫലമാണ്. ബന്ധങ്ങൾക്കും പേരിനുമൊക്കെ അപ്പുറം ഓരോ ജീവനും വിലയുണ്ടെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു തരുന്ന ഈ ചിത്രത്തിന് ഉയിർ എന്ന പേര് ഏറ്റവും അനുയോജ്യം തന്നെയാണ്. ഈ കഥ അവസാനിക്കുമ്പോൾ ഭാരിച്ച ഒരു ചോദ്യം നമ്മിൽ ഉയരുന്നുണ്ട്. ഒരുപക്ഷെ ആത്മാർത്ഥമായി ഉയിരിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പുനരന്വേഷണം ഉണ്ടായിരുന്നെങ്കിൽ അജീബിൻ്റെ കുഞ്ഞു പെങ്ങളെ തിരിച്ചു കിട്ടുകയില്ലായിരുന്നോ? ചില നഷ്ടങ്ങൾ നഷ്ടങ്ങളായി തുടരുന്നത് കൃത്യമായ ഒരു അന്വേഷണം നടത്താത്തതുകൊണ്ടാണ്. ഒരന്വേഷണവും പ്രത്യക്ഷത്തിൽ ഫലമണിയുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ പുനരന്വേഷണങ്ങൾ ഒരിക്കലും വിഫലമാകുന്നുമില്ലല്ലോ. ബൈബിൾ തന്നെ ഒരു അന്വേഷണത്തിൻ്റെയും അതിൻ്റെ ഫലമായിട്ടുള്ള കണ്ടെത്തലുകളുടെയും ആകത്തുകയല്ലേ. പറുദീസായിൽ എന്നും സായാഹ്നത്തിൽ മനുഷ്യരെ തേടിയുള്ള ദൈവത്തിൻ്റെ വരവിൽ തുടങ്ങുന്നു അന്വേഷണം. പിന്നീട് അങ്ങോട്ട് പറുദീസായിൽ നിന്നും പുറത്താക്കപ്പെട്ട മനുഷ്യന്റെ തിരിച്ചുവരവിനായുള്ള അന്വേഷണം. അതെത്തിച്ചേരുന്നത് ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിലൂടെ. വീണ്ടും ഈ മനുഷ്യപുത്രന്റെ 2ാം വരവും അന്വേഷണത്തിന്റെ പൂർത്തീകരണമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അന്വേഷിക്കുവിൻ കണ്ടെത്തും എന്നുള്ള യേശുവിന്റെ വചനം ഈ നഷ്ടപ്പെട്ടതിനെ കണ്ടെത്താനുള്ള ആഹ്വാനമല്ലേ? കാണാതായ നാണയത്തിൻ്റെയും ആടിൻ്റെയും ഒക്കെ കഥ പറഞ്ഞതും നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തിപ്പിടിക്കാനുള്ള ദൈവിക മനസ്സിൻ്റെ തെളിവാണ്. എന്നിട്ടും നമ്മുടെ അന്വേഷണങ്ങൾ എത്രത്തോളം ബാലിശമായി തീരുന്നു. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന നിസ്സംഗതാ മനോഭാവത്തെ പാലൂട്ടി വളർത്തുമ്പോൾ ഒത്തിരി ജീവിതങ്ങളെ നമ്മൾ അപരിചിതത്വത്തിൻ്റെയും അന്യതയുടെയും കാണാമറയത്തേക്ക് നഷ്ടപ്പെടുത്തി കളയുകയല്ലേ. നമ്മുടെ ചില അഹങ്കാരം നിറഞ്ഞ മനോഭാവവും അഭംഗി നിറഞ്ഞ വാശിയുമൊക്കെ എത്രയോ നന്മ നിറഞ്ഞ അനുഭവങ്ങളെയും സൗഹൃദങ്ങളെയും ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഒരു തിരിച്ചുവിളിയോ ഒരു പുനരന്വേഷണമോ ഒക്കെ കാത്തു കഴിയുന്നവരുണ്ടാകും. അതിൽ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് നമ്മൾ ഒന്നുകൂടി തയ്യാറായാൽ ചില നഷ്ടങ്ങളെയൊക്കെ തിരിച്ചു പിടിക്കാനാവും. ആ പഴയൊരു കഥയുണ്ടല്ലോ, കല്ലാണെന്ന് കരുതി കടലിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളഞ്ഞതൊക്കെ സ്വർണമുത്തുകളായിരുന്നു എന്നുള്ളത് പകലിന്റെ വെളിച്ചത്തിൽ തിരിച്ചറിഞ്ഞപ്പോൾ നിരാശനായി തലകുനിച്ചു മടങ്ങുന്ന ആ മനുഷ്യൻ ഒരുപക്ഷെ ഒന്ന് തിരികെ വന്ന് ആ കടലിന്റെ അടിത്തട്ടിലേക്ക് ഊളിയിട്ടിറങ്ങി ആ നഷ്ടപ്പെടുത്തി കളഞ്ഞ പൊന്മുത്തുകളൊക്കെ വാരിയെടുത്തിരുന്നെങ്കിൽ ആ നഷ്ടബോധം അയാൾക്കുണ്ടാകുമായിരുന്നില്ല. നഷ്ടപ്പെട്ടു പോയവരെയും നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങളെയുമൊക്കെ ഒരു പുനരന്വേഷണത്തിലൂടെ നമുക്ക് തിരികെ കണ്ടെത്താം. പുനരന്വേഷണം സഫലമാകേണ്ടതാണല്ലോ. അതിന് ചില ജീവിത നിബന്ധനകളുമുണ്ട്. പൊറുത്തും പൊറുതി ചോദിച്ചും കൊണ്ടുള്ള അന്വേഷണം, പിടിവാശികൾ കാറ്റിൽ പറത്തി തുറന്ന ഹൃദയത്തോടുള്ള അന്വേഷണം. ഇത്തരം അന്വേഷണങ്ങൾക്കൊടുവിൽ നമ്മൾ കണ്ടെത്തുന്നത് ഒരുപക്ഷെ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ മൂല്യത്തോടെ ആയിരിക്കും. നഷ്ടങ്ങളൊക്കെ നഷ്ടങ്ങളായി തന്നെ തുടരാതെ കണ്ടെത്തലുകളിൽ അവസാനിക്കാൻ നമുക്ക് പുനരന്വേഷണം ആരംഭിക്കാം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ.